നമസ്കാരം. അമേരിക്കയും ചൈനയും യുദ്ധം തുടങ്ങി. ട്രംപും ഷീ ജിൻപിങ്ങും അടിച്ചു പിരിഞ്ഞു. US ഉപരോധത്തിന് ചൈന തിരിച്ചടിച്ചിരിക്കുന്നു. 10 പ്രമുഖ അമേരിക്കൻ കമ്പനികൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ചൈന. ബോയിങ്ങിനും ലോക്ഹീഡിനും വിലക്ക് ഏർപ്പെടുത്തി. അതായത് ചൈനീസ് കമ്പനികൾക്കെതിരെയുള്ള അമേരിക്കയുടെ കരിമ്പട്ടിക പ്രഖ്യാപനത്തിന് ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ചൈന എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രതിരോധ മേഖലയിലും അപൂർവ ധാതുക്കളുടെ ഖനനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന 10 പ്രമുഖ അമേരിക്കൻ കമ്പനികൾക്ക് ചൈന ഇന്നു മുതൽ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ ഡസൻ കണക്കിന് മറ്റ് US കമ്പനികളിൽ നിന്നുള്ള പൊതുസംഭരണവും ചൈന ഔദ്യോഗികമായിട്ട് നിരോധിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗ് സന്ദർശിച്ച് ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ്ങുമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ആഴ്ചകൾക്കുള്ളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും വ്യാപാര യുദ്ധം മുറുകുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്ര വലിയ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ട്രംപും ഷീ ജിൻപിങ്ങും കണ്ടുമുട്ടിയത്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ആ കാഴ്ചകൾക്ക് അപ്പുറം അല്ലെങ്കിൽ ആ കണ്ടുമുട്ടലുകൾക്കപ്പുറം രണ്ട് രാജ്യങ്ങളും പല വഴിയിലൂടെ സഞ്ചരിക്കുന്ന രീതിയാകുന്നു. ട്രംപും ഷീ ജിൻപിങ്ങും അടിച്ചു പിരിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ചൈനീസ് സൈന്യത്തെ സഹായിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അലിബാബ, ബൈഡു എന്നീ വൻകിട ടെക് കമ്പനികളെയും ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള BYD ഉൾപ്പെടെയുള്ള 80 ചൈനീസ് സ്ഥാപനങ്ങളെയും അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് പിന്നാലെ ചൈനയുടെ ഈ പ്രതികാര നടപടി എന്ന് പറയപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചൈനയുടെ പ്രതികാര നടപടി നടന്നിരിക്കുന്നത്. ചൈനീസ് താരങ്ങൾ ചൈനീസ് സൈനിക സംരംഭങ്ങളുടെ പട്ടിക എന്ന പേരിൽ US സർക്കാർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കുന്നതിനാണ് ഈ നടപടി എന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അമേരിക്കൻ സൈന്യത്തിന് പ്രതിരോധ കരാറുകൾ നൽകുന്ന ഏവിയോക്സ്, സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഓഷ്കോഷ് ഡിഫൻസ് എന്നിവ ഉൾപ്പെടെയുള്ള 10 കമ്പനികൾക്കാണ് ചൈന പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും സമാധാന കരാറുകളുമായി ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്കയും ഇവിടുത്തെ ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ച് രൂക്ഷമാവുകയാണ്. ഇപ്പോൾ അമേരിക്ക അങ്ങോട്ട് ഒരെണ്ണം കൊടുത്തു, ഇങ്ങോട്ട് 10 എണ്ണം കൊടുക്കുകയാണ് ചൈന. അപൂർവ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും അസംസ്കൃത വസ്തുക്കളും ഈ കമ്പനികൾക്ക് ലഭിക്കുന്നത് ഇനി തടസ്സപ്പെടും. അപ്പോൾ ഇതിനു പുറമെയാണ് പ്രതിരോധ മേഖലയിലെ ആഗോള ഭീമന്മാരായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ, റൈത്തിയോൺ, ബോയിങ്ങിന്റെ പ്രതിരോധ വിഭാഗം ഉൾപ്പെടെ 46 അമേരിക്കൻ കമ്പനികളിൽ നിന്ന് സർക്കാർ ഏജൻസികൾ സാധനങ്ങൾ വാങ്ങുന്നത് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പൂർണ്ണമായിട്ടും നിരോധിച്ചു. അപ്പോൾ ഇന്നു മുതൽ ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. എന്നാൽ ചൈനയിൽ നേരിട്ട് നിക്ഷേപമുള്ള അമേരിക്കൻ കമ്പനികളെ തൽക്കാലം ഈ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം തുടങ്ങുന്നു. ഏത് നിമിഷം വേണമെങ്കിൽ അത് മറ്റൊരു യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടാം. ഇവിടെ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ അടിച്ചു പിരിയേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവർക്കെതിരെ ശത്രുത കൂടുന്നു. ആ ശത്രുക്കൾ അവരെ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അമേരിക്കയും ചൈനയും തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ അടിച്ചു പിരിയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നതും ഇങ്ങനെ തന്നെയായിരിക്കും. ചൈനീസ് സൈന്യത്തെ സഹായിക്കുന്നു എന്ന് ആരോപിച്ച അലിബാബ, ബൈഡു എന്നീ വൻകിട ടെക് കമ്പനികൾ അടക്കം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള BYD ഉൾപ്പെടെയുള്ള 80 ചൈനീസ് സ്ഥാപനങ്ങളെയും അമേരിക്ക കരിമ്പട്ടിയിൽപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ബദലായിട്ട് തന്നെയാണ് 10 അമേരിക്കൻ കമ്പനികളുടെ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ബോയിങ്ങിനും ലോക്ഹീഡിനും അടക്കം വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ചൈനീസ് ഈ പറയുന്ന പോലെ ഉപരോധം ഏർപ്പെടുന്ന അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ കമ്പനികൾക്ക്, അതായത് ചൈനീസ് കമ്പനികൾക്കെതിരെയുള്ള അമേരിക്കയുടെ കരിമ്പട്ട പ്രഖ്യാപനത്തിന് ശക്തമായുള്ള മറുപടിയാണ് ചൈന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡസൻ കണക്കിന് മറ്റ് US കമ്പനികളിൽ നിന്നുള്ള പൊതുസംഭരണവും ചൈന ഔദ്യോഗികമായിട്ട് നിരോധിച്ചു കഴിഞ്ഞു. അങ്ങനെ വളരെ ശക്തമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ചൈനയും അമേരിക്കയും എത്തിയിരിക്കുന്നു. മാത്രമല്ല വളരെ കൃത്യമായിട്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. മാത്രമല്ല ട്രംപും ഷീ ജിൻപിങ്ങും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചകൾ നടത്തിയിരുന്നവരാണ്. പക്ഷെ അവരിപ്പോൾ അടിച്ചു പിരിയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ ഈ അമേരിക്ക ചൈന യുദ്ധത്തിന്റെ സാധ്യതകളെ കുറിച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം.